122ാമത് മാരാമൺ കൺവെൻഷനിൽ ഈ മണൽപ്പുറത്ത് വരാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. മാരാമൺ കൺവെൻഷൻ മാർത്തോമ വിശ്വാസികളുടെ ഒരു വലിയ ആത്മീക പ്രചോദനത്തിന് ഉദകീഭവിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ഈ കൺവെൻഷൻ. മാർത്തോമാക്കാർ മാത്രമല്ല, ലോകത്തിലെ ക്രൈസ്തവ ജനതയ്ക്ക് തന്നെ ഒരു വലിയ ആത്മീക നവീകരണത്തിന് ഈ കൺവെൻഷൻ ഉതകുന്നു. വർഷങ്ങളായി ഞങ്ങൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. ഒരു മാർത്തോമാക്കാരനായതിൽ ഏറ്റവും അഭിമാനിക്കുന്നത് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിൽ കൂടെ അതിന് ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ മിഷൻസ് ഇന്ത്യ എന്ന മിഷണറി പ്രസ്ഥാനത്തോട് ചേർന്നാണ് വർഷങ്ങളായി ഈ സ്റ്റോളിൽ ഞങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നത്. ഭാരത സുവിശേഷീകരണവും ആത്മീക ഉണർവും എന്ന ലക്ഷ്യത്തോടു കൂടി ഭാരതത്തിൽ വേല ചെയ്യുന്ന ഒരു മിഷണറി പ്രസ്ഥാനമാണ് മിഷൻസ് ഇന്ത്യ. മിഷൻസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഭയിൽ നിന്നും ലഭിക്കുന്ന എല്ലാ പ്രചോദനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.
വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെയായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനി, അഭിമന്യ തിരുമേനിമാരെ, വന്യ വൈദികരെ, സുവിശേഷകരെ, പ്രിയ ദൈവജനമേ, ഏവർക്കും സ്നേഹവന്ദനം. 122-ാമത് മാരാമൺ കൺവെൻഷനിലെ തിങ്കളാഴ്ച സന്ധ്യയിൽ ദൈവവചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ജന്മം കൊണ്ട് തച്ചനായിരുന്നിട്ടും കർമ്മം കൊണ്ട് ഒരു കൃഷിക്കാരൻ്റെ ചാരുതയോടുകൂടി കർത്താവ് പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഉപമയാണ് വിതയ്ക്കുന്നവൻ്റെ ഉപമ. ദൈവവചന കേൾവിയെക്കുറിച്ചും അതിൻ്റെ സ്വീകരണത്തെക്കുറിച്ചും കർത്താവ് പഠിപ്പിച്ച ഈ ഉപമ വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നു. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികെ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. വഴിയരികെ വീണ വിത്ത് കിളിർപ്പ് വന്നെങ്കിലും വേരോട്ടമുണ്ടായില്ല. ഉറഞ്ഞ നിലത്ത് അതിന് വേരോട്ടം സാധ്യമായിരുന്നില്ല. വെയിലുദിച്ചപ്പോൾ അത് വാടി ഇല്ലാതെയായി തീർന്നു. മുള്ളിനിടയിൽ വീണ വിത്തും കിളിർത്തുവെങ്കിലും ആയുസ്സധികം ഉണ്ടായിരുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അവയ്ക്ക് വളർന്ന് പന്തലിക്കുവാൻ സാധിച്ചില്ല. നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനി വിളഞ്ഞ് ഫലം നൽകിയുണ്ടായി. ദൈവം ഭൂമിയിൽ വിതറിയ വിത്തുകളാണ് നാം ഓരോരുത്തരും. ദൈവത്തിൻ്റെ വയലിൽ ക്രിസ്തു വിതച്ച ഗോതമ്പുമണിയായി, അർത്ഥവത്തായിട്ടുള്ള ക്രിസ്തീയ ശുശ്രൂഷയ്ക്കായി, സാക്ഷ്യത്തിനായി ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നു. ഈ ദിനങ്ങളിലെ ദൈവവചന കേൾവിയിലൂടെ വീണ്ടും ദൈവവചനം നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നാം വായിച്ച വേദഭാഗം കർത്താവ് തൻ്റെ ഐഹിക ജീവിത യാത്രയിൽ ക്രൂശുമരണത്തിന് തൊട്ട് മുൻപ് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർത്ത തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടതായിട്ടുള്ള കുറ്റവാളിയെക്കുറിച്ചാണ്. ശിഷ്യത്വം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഉള്ള പ്രയാണമല്ല. ശിഷ്യത്വം ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രയാണമാണ്. കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഈ കുറ്റവാളിയായിട്ടുള്ള മനുഷ്യൻ യേശുവിനോട് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. യേശുവിനും യോഹന്നാൻ സ്നാപകനും ശിഷ്യന്മാരുണ്ടായിരുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ 2 ശിഷ്യന്മാർ
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വർണ്ണിക്കുന്നത് കർത്താവിനോടൊപ്പം ആദ്യം ചേർന്നായുള്ള ശിഷ്യന്മാരുടെ ഗണത്തിലുണ്ടായിരുന്നു. യേശുവിനെ അനുഗമിച്ചവരെ അവർക്ക് നൽകിയതായുള്ള അപരനാമമായിരുന്നു ശിഷ്യന്മാർ എന്നുള്ളത്. ക്രിസ്ത്യാനികളുടെ അപരനാമമായിരുന്ന ഈ ശിഷ്യഗണത്തിലേക്ക് കർത്താവിൻ്റെ ഐഹിക ജീവിതകാലം അതിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടതായുള്ള ഈ മനുഷ്യൻ ചേർക്കപ്പെടുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് 12 പേരെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തു. വൃക്ഷം മനുഷ്യനോട് പറയുന്നു, എൻ്റെ കൊമ്പുകൾ വെട്ടി എത്രയോ കുരിശുകൾ നിങ്ങൾ തീർത്തു. ദേവാലയത്തിനുള്ളിലും പുറത്തും നെഞ്ചിലുമൊക്കെയായി ഇവ അണിയുന്നു. എന്നാൽ ഇതുവരെയും നിങ്ങളുടെ ഇടയിൽ ഒരു ക്രിസ്തു രൂപപ്പെട്ടിട്ടില്ലല്ലോ. വൃക്ഷത്തിൻ്റെ പരിതാപമാണ്. എൻ്റെ കൊമ്പുകൾ വെട്ടി എത്രയോ കുരിശുകൾ നിങ്ങൾ തീർത്തു. ഇതുവരെയും നിങ്ങളുടെ ഇടയിൽ ഒരു ക്രിസ്തു രൂപപ്പെട്ടിട്ടില്ലല്ലോ. നമ്മുടെ കുമ്പസാര സമയത്തെ ചൊല്ലുന്ന അപേക്ഷയിൽ എല്ലാ വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും നാം ചൊല്ലുന്നതായുള്ള പ്രത്യേക പ്രാർത്ഥനയാണ്. ചുങ്കക്കാരനെയും പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവേനത്തെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ഓർമ്മയിൽ ഒരിടം തേടിയ മനുഷ്യനായിരുന്നു കർത്താവിനോട് പറയുന്നത്, നിരാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. പാരഡൈസ് ഈസ് ദി എൻഡ് റിസൾട്ട് ഓഫ് വൺസ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദി സഫറിങ്. വേദനയുടെ പാരമ്യതയിലിരിക്കുന്ന ആളിന് നൽകുന്ന കൂട്ടായ്മയുടെ ആത്യന്തികമായിട്ടുള്ള ഫലമാണ്, എൻഡ് റിസൾട്ടാണ് പർദീസ. പർദീസ എന്ന ഉദ്യാനത്തിൽ രാജാവിൻ്റെ കൈപിടിച്ച് നടക്കുക എന്നത് ഒരു പൗരൻ്റെ ജീവിത സാഫല്യം, ഒരു കുറ്റവാളിയുടെ ജന്മസാഫല്യവുമാണ്. ജീവിതത്തിൻ്റെ ദിശ മാറുന്നത് നാമും ദൈവവും തമ്മിൽ കണ്ടുമുട്ടുമ്പോഴാണ്. ദൈവം നാം എല്ലാവരെയും കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നാൽ നാം ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റപ്പെടുകയാണ്. ദൈവത്തെ കാണാൻ കഴിഞ്ഞവരുടെ ജീവിതം പ്രകാശപൂരിതമാകും. ദൈവത്തെ കണ്ടവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ മാറ്റി തിരുത്തി കുറിക്കപ്പെടുകയാണ്. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടതായുള്ള 2 കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ദിശാബോധം മാറ്റപ്പെടുകയാണ്. യേശുവിനോട് പറയുന്നു, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും. ജീവിതത്തിലെ നഷ്ടങ്ങളെ നോക്കി വിലപിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതായുള്ള കർത്താവ്. അബ്രഹാമും മോശയും ഏലിയാവും കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനികളായിരുന്ന പത്രോസും പിന്നീട് പൗലോസുമൊക്കെ ജീവിതത്തിലെ നഷ്ടങ്ങളെ നോക്കി വിലപിക്കുന്നവരായിരുന്നു. അവരോടൊപ്പം നിൽക്കുന്നതായുള്ള കർത്താവ് ഈ ക്രൂശിൽ തറയ്ക്കപ്പെട്ടതായുള്ള വ്യക്തിയോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ വിലാപം, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. പർദീസ എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ 3 ഇടങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന്, ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 23:43 വാക്യം. രണ്ടാമത് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ പർദീസയോളം എടുക്കപ്പെട്ടു. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. യേശുവിൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ വിളി, തിരഞ്ഞെടുപ്പ്, നിയോഗം എന്നിവയെക്കുറിച്ചുള്ള
നിരന്തരമായുള്ള അന്വേഷണത്തിലായിരുന്നു. ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ യേശു തൻ്റെ വിടപറയൽ സന്ദേശത്തിലൂടെ ആഹ്വാനം ചെയ്യുക. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറയുന്നു, ഒരുത്തനിൽ ഞാൻ അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. 2013 ഓഗസ്റ്റ് മാസം 18-ാം തീയതി മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു ലേഖനം ഇപ്രകാരം വന്നു. അതെഴുതിയത് ശ്രീകാന്ത് കോട്ടയ്ക്കലാണ്. കുറ്റവാളിയുടെ മഹാത്മാവെന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്കെട്ട്. ഇതൊരു ഫ്രാൻസിസ് സേവ്യറിൻ്റെ മാനസാന്തരത്തിൻ്റെ ചരിത്രമാണ് അതിൽ എഴുതിയിരുന്നത്. ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടയാളായിരുന്നില്ല. സ്വയം വിശുദ്ധിയുടെ പടവുകൾ താണ്ടിയ വ്യക്തിയായിരുന്നു. പടം വരയ്ക്കുവാൻ നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് സേവ്യർ. മഹാത്മാഗാന്ധിയുടെ ഒരു മനോഹരമായുള്ള ചിത്രം ഫ്രാൻസിസ് സേവ്യർ വരച്ചു. ഇതെന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, അനധികൃതമായിട്ടുള്ള നോട്ട് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. അതിൻ്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിൽ ഫ്രാൻസിസ് സേവ്യർ പോലീസ് പിടിയിലായി. സെൻട്രൽ ജയിലിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവിൽ അടയ്ക്കപ്പെട്ടു. ദിനരാത്രങ്ങൾ കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് സേവ്യർ പശ്ചാത്താപത്തിൻ്റെ ആത്മാവിലായി. പശ്ചാത്താപത്തെ പ്രായശ്ചിത്തമാക്കി മാറ്റുവാൻ ഫ്രാൻസിസ് സേവ്യർ ശ്രമിക്കുകയാണ്. തൻ്റെ വ്യക്തമായുള്ള കഴിവുകൾ എങ്ങനെയാണ് ഈ കുറ്റത്തിന് പരിഹാരമായിട്ട് ഉപയോഗിക്കുക. അധികൃതരോട് ചോദിച്ചു, മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ നിർമ്മിക്കുവാനായുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. അതിനുള്ള അനുവാദം ചോദിച്ചു. ആ അനുവാദം ലഭിച്ചു. ജയിലിൻ്റെ മുൻപിൽ മഹാത്മാഗാന്ധിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു പ്രതിമ ഫ്രാൻസിസ് സേവ്യർ എന്ന കുറ്റവാളി തൻ്റെ പശ്ചാത്താപത്തെ പ്രായശ്ചിത്തമാക്കിക്കൊണ്ട് നിർമ്മിച്ചു. 1960 മെയ് 7-ാം തീയതി അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ പി ടി ചാക്കോ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ജയിലിൻ്റെ മുൻപിൽ അനാച്ഛാദനം ചെയ്തു. അർത്ഥവൃത്താകൃതിയിൽ നിന്നതായുള്ള ജയിൽ പുള്ളികൾക്കിടയിൽ നമ്രശിരസ്കനായി ഫ്രാൻസിസ് സേവ്യർ എന്ന കുറ്റവാളിയുണ്ടായിരുന്നു. ശ്രീകാന്ത് കോട്ടയ്ക്കൽ മാതൃഭൂമി പത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം അവിടെ വീണ് മരിച്ചുപോയി എന്നാണ്. പശ്ചാത്താപത്തെ പ്രായശ്ചിത്തമാക്കിയതായുള്ള ഒരു വ്യക്തി, ജീവിതത്തിലെ നഷ്ടങ്ങളുടെ നേരെ നോക്കി വിലപിക്കുന്നവരോടൊപ്പം നിൽക്കുന്ന കർത്താവ്. ഒന്നാമതായിട്ട് കർത്താവ് തൻ്റെ ഐഹിക ജീവിതയാത്രയിൽ ഏറ്റവും അവസാനമായി തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർത്തതായുള്ള, തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടതായുള്ള ഈ മനുഷ്യനുമായുള്ള സംവാദത്തിൽ ഉരുത്തിരിയുന്ന ശിഷ്യത്വത്തിൻ്റെ പ്രത്യേകതകൾ. ഒന്ന്, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. എന്നെ ഓർക്കുവാനായുള്ളൊരു അഭിവാഞ്ച, അതിനുവേണ്ടിയുള്ള അപേക്ഷയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തുന്ന മനുഷ്യൻ. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. കർത്താവിൻ്റെ ക്രൂശിൻ്റെ പരിധിയിലായിരിക്കുന്നതാണ് ക്രിസ്തീയ ശിഷ്യത്വം. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. ഒന്നുകിൽ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ വിളിക്കുക. ഇതിവിടെ ഇരിക്കുന്ന എല്ലാവരും തങ്ങളുടെ കയ്യിലിരിക്കുന്ന ചെറിയ ആ മെഷീനിൽ കേൾക്കുന്നതായുള്ള ശബ്ദമാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പരിധിയിൽ ആയിരിക്കുന്നതാണ് ക്രിസ്തീയ ശിഷ്യത്വം. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ഐഹിക ജീവിതയാത്രയാണ് അന്ത്യയാമങ്ങളിൽ, അന്ത്യസമയങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത് എപ്രകാരമാണ്? ഒരു തന്നലിൽ ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. വിശുദ്ധ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറയുന്നത്, എന്നിൽ വസിക്കുക, എൻ്റെ വചനത്തിൽ വസിക്കുക, എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. കർത്താവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 വാക്കുകൾ വോളണ്ടറി സഫറിങ്, സ്വയം ഏറ്റെടുത്ത കഷ്ടതയാണ്.
വൈക്കേറിയസ് സഫറിങ്, മറ്റുള്ളവരുടെ സ്ഥാനത്ത് ഏറ്റെടുത്തതായിട്ടുള്ള കഷ്ടത. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് വിക്ടോറിയസ് സഫറിങ് എന്നുള്ളതാണ്, വിജയകരമായുള്ള കഷ്ടത എന്നാണ്. അതുകൊണ്ട് നാം ഗൽഗുത്തായിൽ കാണുന്നത് ക്രോസ് ഓഫ് റിഡംഷൻ, കർത്താവിൻ്റെ ക്രൂശ്, ക്രോസ് ഓഫ് റിപ്പൻറ്റൻസ്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് ശ്രമിച്ചതായുള്ള ആ കുറ്റവാളി. ക്രോസ് ഓഫ് റെബലിയൻ, നിന്നെ തന്നെ രക്ഷിക്കുക. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ്. സ്നേഹം എന്ത് എന്ന് നമ്മെ പഠിപ്പിക്കുവാൻ ദൈവം നൽകിയ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സാധ്യതയാണ് കുരിശ്. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. യവനന്മാർ ഗ്രീസിൽ നിന്നുള്ള തത്വചിന്തകന്മാരായിരുന്നുവെന്ന് പുതിയ നിയമ പഠിതാക്കൾ രേഖപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. കർത്താവിന് 300 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിൽ ജീവിച്ചിരുന്നതായുള്ള വലിയ തത്വചിന്തകന്മാരായിരുന്ന സോക്രട്ടീസും അരിസ്റ്റോട്ടലും പ്ലേറ്റോയും ഒക്കെ അവർ ഉപവിഷ്ടരായിരുന്നായുള്ള കസേരയിൽ ഉപവിഷ്ടരാക്കുവാൻ വേണ്ടിയാണ് പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് യാത്ര ചെയ്ത കർത്താവിനെ കണ്ടിട്ട് ഈ യവനന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ശിഷ്യന്മാരോട് പറയുന്നു, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഈ കാര്യം അറിയിക്കുന്നു. കർത്താവ് സ്വയം വെളിപ്പെടുത്താതെ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തന്നെയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. താനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. 12-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യമാണ്. 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇതെപ്രകാരം തൻ്റെ മരണം ആയിരിക്കുമെന്ന് പറയുവാനായിട്ടാണ് യേശു ഉപയോഗിച്ചത്. ഭൂമിയിൽ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രൂശിലെ ഉയർത്തപ്പെടലിനെ കുറിച്ചാകുന്നല്ലോ പറയുന്നത്. അതുകൊണ്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തന്നെയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. ദൈവത്തിൻ്റെ വയലിൽ ക്രിസ്തു വിതച്ച ഗോതമ്പ് മണിയായി ഫലം കായ്ക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തുന്നതിലൂടെ സാധ്യമായി തീരേണ്ടുന്നത്. അതുകൊണ്ട് ഒന്നാമത് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം തേടിയവനാണ് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് തൊട്ട് മുൻപ് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർക്കപ്പെട്ടതായുള്ള വ്യക്തി. യാചിക്കുമ്പോൾ എന്നിൽ കനിയും സ്നേഹമേ, നിൻഹിതമെന്നിൽ നിറവേറുവാൻ ജ്ഞാനപ്രകാശം അയക്കേണമേ. നിൻഹിതമെന്നിൽ നിറവേറുവാൻ